എന്താടാ ഇവിടെ ഇരിക്കുന്നത്? മുത്തശ്ശി പൊക്കോ, ഞാനേ ഒന്ന് തനിച്ചിരിക്കട്ടെ. എന്നോട് പറയാൻ പറ്റാത്ത അത്ര വിഷമം എന്താ നിന്റെ ഉള്ളിലുള്ളത്? ഇപ്പം ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മുന്നിൽ ഇനി രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നിശബ്ദനായിട്ടെല്ലാം സഹിക്കുക, അല്ലെങ്കിൽ പിന്നെ എല്ലാം പൊട്ടിച്ചെറിയുക. എൻ്റെ തീരുമാനം രണ്ടാമത്തെയാ. രാധികയുടെ പെരുമാറ്റത്തിന്റെ പേരിലാണോ? രാധികയല്ല, അവളെ കൊണ്ട് സംസാരിപ്പിക്കുന്നവരെയാണ് എനിക്ക് ആവശ്യം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിൽ എന്നെ നിർബന്ധിക്കുന്ന ആർക്കാ നേട്ടമെന്ന് എനിക്കറിയണം. ഏട്ടത്തിയുടെയും ചെറിയമ്മയുടെയും വാക്കിൽ അമ്മ കുടുങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് അറിയണം. അതിന് വൈകിയാൽ ശരിയാവില്ല. മോനെ, നീ ഒന്ന് ചുമ്മാതിരിക്ക. വെറുതെ തിരക്ക് പിടിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കരുത്. മുത്തശ്ശി, ആരൊക്കെ എനിക്കെതിരെ നിൽക്കുന്നെന്നറിയാവോ? സ്വന്തം ചേച്ചിയെ കൊല്ലാൻ മടിയില്ലാത്ത ഒരുത്തി, അതിന് പണം ചെലവാക്കിയവർ, കണിമംഗലത്തിന്റെ അടിവേര് തോണ്ടാൻ കാത്തു നിൽക്കുന്ന ഏട്ടത്തി, കണിമംഗലത്ത് അസ്വസ്ഥത മാത്രം ഉണ്ടാക്കുന്ന ഒരു ചെറിയമ്മ. പണ്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ അമ്മയ്ക്ക് അവരോടൊരടുപ്പം. അത് നല്ല രീതിയിലായിരിക്കില്ല. അവരെന്തെങ്കിലും പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുന്നതായിരിക്കും. അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണ. പത്മിനി അങ്ങനെ ഭീഷണിപ്പെടുത്താനൊന്നും അവർക്ക് പറ്റില്ല. പിന്നെ എന്തീ കാണുന്നു? നോക്ക്, ഒരുപാട് ഞാൻ നിന്നോട് പറഞ്ഞു തന്നു. നീ ഇഷ്ടപ്പെടുന്നത് ഒരു പാവം പെൺകുട്ടിയെ. അവളുടെ ആ പാവത്തരം തന്നെയാ എല്ലാവരും മുതലെടുക്കുന്നത്. എടാ, രണ്ടുപേർക്ക് ഇടയിൽ ഒരു മതില് കെട്ടിയാല് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർക്ക് വാശി കൂടുതലാവും. നീ ദേഷ്യം പിടിക്കുമ്പോഴും ആ വാശിയുണ്ട്, അവള് കരയുമ്പോഴും ആ വാശിയുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും മനസ്സുകൊണ്ട് ഞാൻ ഒന്നിച്ചു ചേർത്ത് വെച്ചത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആരും നിങ്ങളെ പിരിക്കില്ല. മുത്തശ്ശിയുടെ വാക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ എല്ലാം സഹിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം. അവിടെ ഇരിക്കും. അതെ, സ്വസ്ഥത നഷ്ടപ്പെട്ട ഞാൻ മുത്തശ്ശിയോടല്ലാതെ വേറെ ആരോടാ പറയാറുള്ളത്? കാത്തിരിക്കല്ലേ. എന്നാലും ചില നേരത്ത് അതിന്റെ പേരാ പ്രേമം. മനസ്സിൽ പ്രേമമുള്ളവരൊക്കെ ഈ വേദനയും അതിന്റെ പുകച്ചിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടത് സ്വന്തമാവുമ്പോഴല്ലേടാ അതിന്റെ ഒരു ത്രില്ല്. ചില കാഴ്ചകള് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം, ചില വാക്കുകള് കേട്ടില്ലെന്ന് നടിക്കണം. അത് ആരുടെ നാവിൽ നിന്നായാലും കേട്ടോ.